വളരെ സോഫ്റ്റായ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പണ്ട് കാലത്ത് അരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റായ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരച്ച് വെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ 4 പൂവൻ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പൂവൻ പഴം ആയതുകൊണ്ടാണ് 4 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 5 എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര ചീകിയത് ഒന്ന് പാനിയാക്കാൻ വേണ്ടി വെക്കണം. ഇത് 250 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് പാനിയാക്കാനായി വെക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ അലിഞ്ഞ് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ വെക്കണം. എന്നാലത് നല്ല കളറ് വരിക കേട്ടോ ഈ ശർക്കര പാനിക്ക്. ഇനി ഇത് അരിച്ച് നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാം. 125 ml കപ്പിൽ ഞാൻ ഈ ഒരു കപ്പിലാണ് കേട്ടോ അരിപ്പൊടി അളന്നെടുക്കുന്നുള്ളത്. അത് 125 ml ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലിട്ട് കാണിക്കുന്നത്. കപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അളക്കേണ്ട ഒരളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് എല്ലാ വീട്ടിലും ഉണ്ടാവും. അതിലിപ്പോൾ 3/4 ഗ്ലാസ്സാണ് ഈ അരിപ്പൊടി ഉള്ളത്. അപ്പോൾ ഞാൻ ഇനി ഒരു 1/4 കപ്പ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ ഒരു ഫുൾ ഗ്ലാസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊരു 1/4 കപ്പ് കൂടി അരിപ്പൊടി എടുത്തിട്ട്, സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം ഉണ്ടല്ലോ, അത് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കൈ കൊണ്ട് നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ അത്ര മാത്രം ഉടഞ്ഞ് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലും ഇളം ചൂടുണ്ട്. ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി യോജിക്കാൻ നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്നും കൃത്യം അറിയില്ല. ഞാൻ ഇതിൽ കൃത്യമായ അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമ്മൾ വെള്ളം ചേർക്കേണ്ട ഇതിൽ 1 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ മാവെടുത്ത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം. ഇത് കുറേശ്ശായി ഇതിൽ ചേർത്ത് വേണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. തരിയോ കട്ടകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്പൂൺ പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. നമ്മൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന ഏതൊരു പലഹാരത്തിനും ഇതുപോലെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഞാനിതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം ചുട്ടെടുക്കാം. ഞാനിത് ബേക്കിംഗ് സോഡ ചേർത്താണ് ചുട്ടെടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ സമയം ഇത് മാറ്റി വെച്ച് ചുടുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റായി ഞാനിത് മാറ്റി വെച്ചിട്ട്. ഇപ്പോൾ അപ്പക്കാരയൊക്കെ ചൂടാവാൻ വെച്ചിരുന്നു. അത്രയും സമയം മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് പിന്നെ എള്ള് ഇതൊക്കെ വറുത്ത് ചേർക്കാം. അപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇത് കുറച്ചധികം ദിവസം വെക്കാനുള്ള ഉണ്ണിയപ്പമാണ്, ഒരാൾക്ക് കൊടുത്തു വിടാനുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എള്ള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് കുറച്ച് ദിവസം അധികം നിൽക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി എള്ളൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിയപ്പം ചൂടാനുള്ള കാര ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയിലും ചുട്ടെടുക്കാം, നെയ്യിലും ചുട്ടെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് ചൂട് മതിയോ എന്നുള്ളത് നോക്കാൻ ആദ്യം ഇതുപോലെ കുറച്ചൊന്ന് ഒരു മാവ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ പൊങ്ങി വരും. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അപ്പം ചൂടാനായി തുടങ്ങാം. ഇനി ഒരു തവി വെച്ച് എല്ലാത്തിലും ഇതേപോലെ മാവ് ഒഴിക്കാം. പക്ഷേ ഞാൻ ഇതുപോലെ ഗ്ലാസ്സിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം എല്ലാത്തിലും ഒരുമിച്ച് തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. തവിയാകുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മാവ് കോരി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ്സിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ഒഴിച്ചെടുക്കാം.
ആദ്യം എപ്പോഴും സൈഡിലാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ നമ്മൾ നടുവിൽ ഒഴിച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ നടുവിലില്ല, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നാലാണ് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് നന്നായി തന്നെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത മാവ് ഒഴിച്ചെടുക്കാം. ആ സമയത്ത് ഇത് നന്നായി തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഉണ്ണിയപ്പം ചൂടാറുന്നത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് ഇതുപോലെ ചുട്ടെടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഓരോ പ്രാവശ്യം ചുടുമ്പോൾ ഇങ്ങനെയാണ് ഒന്ന് സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാറാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. ആദ്യത്തെ ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും, പിന്നെ വീണ്ടും നമ്മൾ ഇത് ഒഴിച്ചെടുക്കും. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് തന്നെ മറ്റേതും റെഡിയായി കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഉണ്ണിയപ്പം ചുടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം പറയാം, ഞാൻ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അരച്ച് വെച്ച് ഒരു 7-8 മണിക്കൂർ സമയം അരച്ച് വെച്ച് നമുക്ക് ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെയും ചുട്ടെടുക്കാം. ഇത് ഞാൻ പെട്ടെന്ന് ചുട്ടെടുക്കേണ്ടത് കൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് കേട്ടോ ചുട്ടെടുത്തിട്ടില്ല. തീരെ എണ്ണ കുടിക്കാതെ ഉള്ള നല്ല സോഫ്റ്റായ അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇതേ ഒരു കണക്കിന് എടുത്താൽ മതി എല്ലാ സാധനങ്ങളും. നിങ്ങൾക്ക് അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.